ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, മാറ്റണം. അതേപോലെ തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യണം. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്. ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ ടാങ്ക് ബാഗ് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനറാണ് കേട്ടോ. ലൈനർ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് സ്പോക്ക് വീലിന് ഉപയോഗിക്കുന്ന ലൈനറാണ്. ഹീറോൻ്റെ കമ്പനി ലൈനറിൻ്റെ കിടക്കണേ. പക്ഷേ ഇത് സ്പോക്ക് വീലിൻ്റെ ലൈനറാണ് നമുക്ക് ഇതുമ്പോൾ കിടക്കണേ. അത് നമുക്ക് അലേ വീലിലേക്ക് വരുമ്പോഴത്തേക്കും അത്ര കണ്ട് സപ്പോർട്ടിങ് ആയിരിക്കില്ല. നമുക്ക് ലൈനർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒരു പരിധി വരെ സോൾവ് ആയിക്കോളും. പിന്നീടും സൗണ്ട് കാണിക്കുകയാണെങ്കിൽ ഹബ്ബ് ലെയ്ത്തിൽ കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്ത് കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്ക് വീലിൻ്റെ ഈ ഡാമ്പർ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റാനുണ്ട്. ഹബിനകത്ത് ചെറിയൊരു ലൈൻ വീണിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഇത് കയറ്റാം നമുക്ക് കേട്ടോ. ഇതാണ് ചെറിയൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് തൽക്കാലത്തേക്ക് സെറ്റാക്കാം. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ടാങ്ക് ബാഗ് മാറ്റുന്ന ദിവസം പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കംപ്ലയിൻറ്റ്, ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിളോട് ഔട്ടറൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ കേബിളും കൂടി മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്കിൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് കയറി ലോഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കേബിൾ മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ തീർന്നു പോയിക്കോളും. ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ലൈനറിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ അറിയാം. ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം വലിഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. അതിനി അങ്ങോട്ട് പോകുന്തോറും അത് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അപ്പോൾ ഞാൻ ആ ബ്രേക്കിൻ്റെ കേബിളും എഞ്ചിൻ ഓയിൽ, ടാങ്ക് ബാഗ്, ബാക്ക് ബ്രേക്ക് ഷൂ, വീൽ റബ്ബർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാൻ അതനുസരിച്ചിട്ട് വർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ.